കോഴിക്കോട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഗസ്റ്റ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ദിൽഷ തിലകനാണ് ചേരുന്നത്. കോഴിക്കോട് നിന്നും ദിൽഷ, വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുന്നുവെന്ന് മനസ്സിലാകുന്നു. പോലീസ് ബാരിക്കേഡ് ഉപയോഗിക്കുന്നുണ്ട്, ആളുകളെ, പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നത്? പ്രതിഷേധവുമായിട്ട് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് അടക്കം ഈ ഒരു പ്രതിഷേധം നീങ്ങുകയാണ്. ഈ വഴിക്കടവ് വിഷയത്തിൽ, വഴിക്കടവിൽ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റുള്ള മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നത് തെറ്റില്ല. സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് രാവിലെയായിരുന്നു വനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. ഈ ഒരു പ്രതികരണം ബോധപൂർവം സൃഷ്ടിച്ച അപകടമാണ് എന്ന് രാവിലെയോടെ വനമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇത് വഴിതെളിച്ചത്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്. തന്റെ ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. വനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വനമന്ത്രി തന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിന് മുമ്പിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ രാവിലെ തന്നെ വനമന്ത്രിയുടെ പ്രതികരണമെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഈ സ്വകാര്യ വ്യക്തി ചെയ്ത നിയമലംഘനത്തിന് വനം വകുപ്പിനെ പഴി പറയുന്നത് എന്തിനെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി വനമന്ത്രിനെ വനം വകുപ്പിന്റെ വീഴ്ചയായിട്ട് വരുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വനമന്ത്രി രാവിലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, ഇത് ബോധപൂർവം ഇത്തരത്തിൽ നടത്തിയ ഒരു സംഭവം തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വനമന്ത്രി രാവിലെ പറഞ്ഞതാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചതായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.